CPM പണി തുടങ്ങി എന്ന് വേണം കരുതാൻ. തുടങ്ങി. അപ്പോഴേക്ക് അവിടെ നേതാക്കന്മാർ വരുന്നു, റഹീം വരുന്നു. റഹീമൊക്കെ വന്നാൽ തന്നെ ഒരു കലാപം ഉണ്ടാവാൻ വേറൊന്നും വേണ്ടല്ലോ. ഭയങ്കരമായ ആള്, വെറും ഭയങ്കരനല്ല, ഭയങ്കരമായ ആള്. എടാ ഇരിക്കടാ അവിടെ, ഇനി അവിടെ ഇരുന്നില്ലെങ്കിൽ ഇക്ക കരയിവിടാ മക്കളെ, ഇരിക്കടാ. പിള്ളേരെ ആവശ്യമില്ലാതെ പിരികേറ്റി അടി കൊള്ളിച്ചിട്ട് ഒരാവശ്യം ഇല്ലാത്ത ആവേശം തള്ളിക്കയറ്റി കൊടുത്തിട്ട് കയ്യിൽ ഒതുങ്ങാതെ വന്നപ്പോ ഇക്ക നിന്ന് കരയുക. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അടി വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പിള്ളേരുടെ അടുത്ത് ഇരിക്കടാ, കിടക്കടാ, നിക്കടാ, ഓടടാ എന്നൊക്കെ പറഞ്ഞ അവര് ചെവിക്കൊള്ളുപോയിക്ക. കിട്ടാനുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ പോലെ തന്നെ വാങ്ങിച്ചിട്ടേ അവരും അടങ്ങൂ. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി റെസ്റ്റ് കൊടുക്കൂല, നേരത്തെ കുത്തും ഞാൻ. എക്സ്ക്യൂസ് മീ, സിറ്റേ ഡൗണിനടാ എല്ലാവരും എന്ന് ഇംഗ്ലീഷിൽ അങ്ങോട്ട് വെച്ച് കാച്ചു മുതലാളി. പോലീസുകാരുൾപ്പെടെ വിറയ്ക്കുന്ന രീതിയിൽ 5-6 ക്യാനും എടുത്തങ്ങോട്ട് താങ്ങിക്ക. കൊടി മാത്രം കൈ വെച്ചാ മതി, ബാക്കി എല്ലാം ഇക്ക ഏറ്റെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാ കുഞ്ഞുങ്ങളെ. ഏതായാലും വന്ന സ്ഥിതിക്ക് എല്ലാം വാങ്ങിച്ചോണ്ട് പോ മക്കളെ. ഇവിടെ ഇരുന്നാ മതി, ഇവിടെ കിട്ടും. ഇടിയാ അടി കൊണ്ട പ്രശ്നമില്ലാത്ത ആൾക്കാർക്കൊക്കെ മുന്നോട്ട് വരാം, അല്ലാത്തവരൊക്കെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കണം. കൈയും വെട്ടും കാലും വെട്ടും എല്ലാം വെട്ടും എന്നൊക്കെ പിള്ളേര് കുത്തിയിരുന്ന് പറയുന്നത് കേട്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ SFIയുടെ പ്രതിഷേധത്തിന് ഇട്ടിരിക്കുന്ന മാസ് ഡയലോഗൊക്കെ തിരുമ്പി വന്നിട്ടെ എന്ന് സൊല്ല് എന്നൊക്കെയാണ് പറയുന്നത്. ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം കണ്ടിട്ട് സഹതാപം തോന്നുക. മൂലത്തിലെ മഞ്ഞൾ മാറാത്ത കൊച്ചുങ്ങളെയും വിളിച്ച് ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുത്ത് സർക്കാരിന്റെ കുറെ വെള്ളവും ചെലവാക്കി അവസാനം അടി വീണപ്പോ ഇക്ക അങ്ങ് മുങ്ങി. അങ്ങ് ദൂരെ മാറി നിന്ന റഹീമിക്ക സംഘർഷം നിയന്ത്രിച്ചത്. ഇവൻ ഇടിക്കും പൊടിക്കും എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ഇത് മസിലൊന്നുമല്ല, മുഴുവൻ നീര. വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടന്ന് അലറിയിട്ട് ആരനുസരിക്കാൻ? ഇക്ക നിങ്ങളൊക്കെ പറഞ്ഞ ആര് കേക്കാനാ? അതൊന്ന് ചിന്തിക്കണം. 10 കൊല്ലം കൊണ്ട് തലസ്ഥാനത്ത് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ആ സമാധാനം ഇല്ലാതാക്കാനും ഈ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കാനും എന്ത് ചെയ്യാം എന്ന ആലോചനയുടെ ഫലമായിട്ടാണ് ഇമാതിരി ഊള ഷോകൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നറിയാം. എന്നാലും മൊത്തത്തിൽ മുങ്ങിത്താഴാൻ ഇത്രയും ധൃതിയോ? ഓ ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. ഈ പാർട്ടി ഒന്ന് തള്ളി നോക്കൂ. ഈ പാർട്ടി അങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ നോക്ക്. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ. ഈ പാർട്ടി ഒരു തീയായി അഗ്നിയായി അത് ആളിക്കത്തും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. സത്യത്തിൽ ജനം തോൽപ്പിച്ചതിന്റെ ഒരു പ്രതികാരം ഇനിയിപ്പോ ജനങ്ങളുടെ ജനജീവിതം സ്തംഭിപ്പിച്ചായിരിക്കും. ജനങ്ങൾക്ക് നേരെയാണത് പ്രകടിപ്പിക്കും. ജനം തന്നെ ഇത് കാണട്ടെ, അനുഭവിക്കട്ടെ, വേറെ എന്ത് ചെയ്യാൻ പറ്റും? എന്റെ കർത്താവേ, ഈ നാട്ടിലെ ദ്രോഹികൾക്ക് ഒരു പഞ്ഞില്ലല്ലോ. അല്ല റഹീമിക്ക, നിങ്ങൾക്കിപ്പോ വേറെ പണിയൊന്നും ഇല്ലേ? കൊച്ചു പിള്ളേരെ അടി കൊള്ളാൻ ക്ഷണിക്കലും അടി കിട്ടുമ്പോ ഒളിഞ്ഞു നിന്ന് നിയന്ത്രിക്കലും ഒക്കെയാണോ ഇപ്പൊ തന്നിരിക്കുന്ന പുതിയ ചുമതല? ഞങ്ങളുടെ മേൽ എവിടെയെങ്കിലും വന്നാൽ 1 ഇഞ്ച് ഓ, നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? അന്ന് അടി വന്നപ്പോ ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. കേരള യൂണിവേഴ്സിറ്റി SFI ജയിച്ചു. അപ്പൊ ഒരു ആഹ്ലാദ പ്രകടനം നടത്തണം. ആഹ്ലാദ പ്രകടനത്തിന് ഇത്രയും തല്ലു വാങ്ങി കൂട്ടുന്നവർ ഇനി പ്രതിഷേധ പ്രകടനത്തിന് എത്രമാത്രം തല്ലു വാങ്ങും? തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. ഇവിടെ കേരളം മുഴുവൻ തോറ്റമ്പിയിട്ട് ഇന്ത്യ മുഴുവൻ വട്ടപൂജ്യമായി മാറിയിട്ട് ഇപ്പൊ അവര് SFIയുടെ ഒരു യൂണിവേഴ്സിറ്റി യൂണിയനിൽ ജയിച്ചു എന്ന ആവേശം കാണിക്കണം. ആരുടെ നെഞ്ചത്ത്? ഭരണകൂടത്തോട് കാണിക്കണം. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? ഈ CPM പ്രതിപക്ഷത്താകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ ആയുധമാണ് SFI, DYFI, തെരുവിൽ കലാപം
ഇതൊക്കെ അവരുടെ ആയുധങ്ങളാണ്. ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇങ്ങനെ വരാൻ തന്നെ പോലീസിന്റെ കെടുകാര്യസ്ഥ, പോലീസിന്റെ എന്തോ ബോധപൂർവം ക്ഷണിച്ചു വരുത്തി പോലെ എനിക്കുണ്ട്. കണ്ടവന്റെ മക്കളൊക്കെ അടി വാങ്ങിയാലേ എനിക്ക് ഇനിയും കസേര കിട്ടുള്ളൂ അല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ മക്കളെയൊക്കെ ഇങ്ങനെ അടി കൊള്ളാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ട് വന്നിരുത്തുവോ സാർ? ഇല്ല. അവരൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ എവിടുന്നാന്നറിയത്തില്ല വലിയൊരു നേതാവായിട്ട് പെട്ടെന്ന് അങ്ങ് വന്ന് പ്രത്യക്ഷപ്പെടും. അടികൊണ്ട് തോലുരിഞ്ഞവന്മാരാരായി? അതായി. പിണറായി തമ്പുരാന്റെ വാഴ്ചക്കാലത്ത് ഇളകിത്തുള്ളി നടന്നവന്മാരുടെയൊക്കെ ഇനിയുള്ള ജീവിതം അടികൊണ്ട് തേയാനുള്ളതാണ്. എന്റെ പൊന്നു പിള്ളേരെ, ഇവരുടെയൊക്കെ പുറകെ നടന്ന് കിട്ടിയ നല്ല ശരീരം വെറുതെ കേടാക്കാതെ വല്ലതും പഠിച്ച് വല്ല നിലയിലും എത്താൻ നോക്ക്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? SFI പ്രവർത്തകന്മാരെ ഏകപക്ഷീയമായി KSUവിന്റെ ക്രിമിനൽ സംഘവും പോലീസും ചേർന്ന് വേട്ടയാടുകയാണ്. കല്ലെറിയുന്നവരെ സംരക്ഷിക്കുന്ന പോലീസ്. ഇതാണോ ചെന്നിത്തലയുടെ പോലീസ്? രക്ഷാപ്രവർത്തനം എന്ന പേരിൽ യൂത്ത് കോൺഗ്രസിലെ 2 നേതാക്കളെ അടിച്ച് കൊല്ലാറാക്കിയിട്ടും ആ കേസ് വരെ ഒതുക്കാനും അല്ലെങ്കിൽ ആ കേസ് ഡയറിയിൽ വരെ കള്ളത്തരം കാണിക്കാനും ശ്രമിച്ചവരാണ് ഇപ്പൊ വന്ന് ഈ പറയുന്നത് എന്നുള്ളതാണ്. 15ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ കൈ പൊട്ടുകയും കൈ എല്ല് പൊട്ടുകയും അതുപോലെ തലയ്ക്ക് സാരമായ പരുക്ക് ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റടിയും തെറ്റിയിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് മർമ്മത്ത് തന്നെ കൊണ്ട്. പിന്നെ ഞാൻ ശരീരം കൊണ്ടെല്ലാം തടുത്തത് കാരണം ഒന്നും പാഴായില്ല. പ്രകടമായി തന്നെ അക്രമം നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. വാസു വെറും വാസു അല്ല, തള്ളെന്ന് പറഞ്ഞ പെറ്റ തള്ള സൈക്കിള്. വീണ ജോർജ് കഴുത്തുളുക്കി കിടന്നപ്പോൾ മാരകമായ ആയുധം കൊണ്ട് യൂത്ത് കോൺഗ്രസുകാർ മർദ്ദിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കിയ ടീംസാണിവർ. ഇവര് നാക്കെടുത്താൽ നുണയെ പറയൂ എന്നറിയാവുന്നതിനാൽ ഇനിയിപ്പോ പോലീസ് നടു തല്ലി ഓടിച്ചാൽ പോലും അത് വിശ്വസിക്കില്ല ജനം. അതാണ് ഇവരുടെ ഒരു ദുര്യോഗം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഏതായാലും ഇനിയിപ്പോ ഈ അരങ്ങേറ്റം നമ്മൾ നിരന്തരം കാണേണ്ടി വരും അല്ലേ? ഇപ്പൊ ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഒരു രാജ്യസഭാ മെമ്പറും. എടാ പാഞ്ചേ, നീ എന്റെ അപ്പന്റെ കൂടെ എങ്ങാണ്ട് പഠിച്ചതല്ലേ? എന്തിനാടാ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നത്? ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ഇവര് ഭരണപക്ഷത്തിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉറപ്പ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഇവരല്ലാതെ വേറെ ആര്? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഇപ്പൊ എന്താ, അധികാരത്തിൽ നിന്ന് പുറത്തായി. അതുണ്ടാക്കുന്ന മുറിവ് ഭീകരമാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ ഉറച്ചിരുന്നുകൊണ്ട് എങ്ങനെയാണ് ചങ്കൂറ്റത്തോടെ അടി വാങ്ങിക്കുന്നത് എന്നങ്ങോട്ട് പിള്ളേർക്ക് വിശദീകരിച്ചു കൊടുക്കുക. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. ഞങ്ങളെല്ലാം ഉദയനന്റെ നാട്ടുകാരാ. ഉദയനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. വിദ്യാർത്ഥികൾക്ക് നേരെ അക്രമം നടത്തിയാൽ, SFIക്ക് നേരെ അക്രമം നടത്തിയാൽ പോലീസിനെയും KSUവിനെയും കണ്ടി പിള്ളേർ പോവാന്നാണ് കരുതിയത്. വന്നതിൽ ഒരാൾ പോയിട്ടില്ല. അങ്ങനെ പിരിഞ്ഞു പോകുന്നവരാണ് SFIക്കാരെന്ന് കരുതി. ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. എപ്പോഴും രക്ഷക വേഷത്തിലെത്തുന്ന ആ ഫോൺ എവിടേക്കാ? അത് കണ്ടില്ലല്ലോ. അതെടുത്ത് തോണ്ടി ഒരു ഇംഗ്ലീഷ് പ്രതിഷേധം അങ്ങോട്ട് വെച്ച് കാച്ച്. ആദ്യം ആ ജലപീരങ്കിന്ന് രക്ഷപ്പെടണമെങ്കിൽ പോലീസിനോട് ചോദിക്കേണ്ട എന്താന്ന് പറഞ്ഞുതരാം. ക്യാൻ യു ദ വാട്ടർ ഓഫ് എ പോലീസ്? അതങ്ങോട്ട് ചോദിക്കണ. കറക്റ്റ് ആണ? തട്ടിക്കോ? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. അണ്ണന്റെ ഇംഗ്ലീഷ് കൊണ്ട് കുറെ പ്രയോജനമുണ്ട്. അത് കേട്ട് കുറെ പോലീസുകാർ പേടിച്ചോടും. കുറെ പേരുടെ ബോധം പോകും. ബാക്കിയുള്ളവർ ഒന്നും മിണ്ടാനാകാതെ നിശ്ചലാവസ്ഥയിലായി പോകും. ആ നേരം കൊണ്ട് ഓടി രക്ഷപ്പെടുകയെങ്കിലും ചെയ്യാം. ഞാൻ ആലോചിക്കുന്നത് ഈ പുരാതന കലാപരിപാടി ഇത്രയും വൈകിയത് എന്താണെന്നാ. സാധാരണഗതിയിൽ തോറ്റതിന്റെ പിറ്റേ ദിവസം തിരുവനന്തപുരം കത്തിക്കേണ്ടതാണ്. ബുദ്ധിക്കൊരു 5 പൈസ കുറവുള്ള ആളാ അയാൾ. എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. പോടാ പുല്ലേ പോലീസ്, ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ കയ്യും വെട്ടും കാലും വെട്ടും. ചവിട്ടുകൊണ്ട് ഇണക്ക് തെറ്റി ഏണാകൂടാ ചങ്കരച്ചേട്ടാ നായി. എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഈ പ്രായത്തിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എത്രത്തോളം ഉത്തരവാദിത്വത്തോടെ അവർ നിറവേറ്റുന്നു. കാണുമ്പോൾ അതാ രോമാഞ്ചം കേറിയിട്ട് ഒരു രോമം മറ്റൊരു രോമത്തെ കുനിച്ചു നിർത്തി ഇടിക്കുക. പഠിച്ച് രക്ഷപ്പെട്ട് വീടിനും നാടിനും തണലാകേണ്ട ഒരു കൂട്ടം യുവാക്കളിൽ അക്രമവാസന സന്നിവേശിപ്പിക്കുന്ന കാഴ്ച. എടാ, അകത്തേക്ക് വെച്ച കാല് ഗംഗാധര പുറത്തേക്ക് എടുക്കൂല. അടിക്കണമെന്നൊക്കെ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ദുർബല നിമിഷമുണ്ടെങ്കിലേ വീട്ടിലിരിക്കുന്ന ഭാര്യയോടും മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ആ ദുർബല നിമിഷത്തിൽ എന്നെ ഒന്ന് പുറകോട്ട് പിടിച്ചോളണം.
ഈ മസിലും പെരുപ്പിച്ച് വഷളത്തും വിളമ്പാന്നല്ലാണ്ട് വേലാതിന്റെ നേരിൽ കണ്ട മുക്കറയിലൂടെ പോത്തെ നീയൊക്കെ. തങ്ങൾ മരിച്ചിട്ടില്ല, പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല, കനൽ കടന്ന് ഇങ്ങനെ പുകഞ്ഞു കത്തുന്നുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കലാരൂപങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇനി നമ്മുടെ മുന്നിലേക്ക് അവർ എത്തിച്ചുകൊണ്ടിരിക്കും. അത് SFIയുടെ രൂപത്തിൽ വരും, DYFIയുടെ രൂപത്തിൽ വരും, CPMന്റെ രൂപത്തിൽ വരും, CITUവിന്റെ രൂപത്തിൽ വരും. എവിടെയൊക്കെയാണോ ക്ലാഷ് ഉണ്ടാക്കാൻ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ പോലും ശ്രമിച്ചുകൂടായില്ല. പഠിക്കേണ്ട പ്രായത്തിൽ രക്തസാക്ഷിയാകാൻ പിള്ളേരെ ഉത്സാഹിപ്പിക്കുന്ന കാഴ്ച ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. അടുത്ത 5 വർഷത്തിനിടയിൽ പരമാവധി രക്തസാക്ഷികളെ ഒപ്പിക്കുക എന്നതാണ് പാർട്ടിയുടെ നയം. രക്തസാക്ഷികളെ കൂട്ടിയിട്ട് വേണമല്ലോ അടുത്ത രക്തസാക്ഷി ഫണ്ട് പിരിക്കാൻ. ഭരണം പോയിരിക്കുകയാണല്ലോ, ചെലവിന് കുറവില്ല. എന്താ നിലവാരം. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. ഒരു 10 വർഷം പിണറായി വിജയൻ അധികാരത്തിൽ ഇരുന്നതുകൊണ്ട് ഇവരുടെ രൗദ്രഭാവം അധികം കണ്ടിരുന്നില്ല. പക്ഷെ അപ്പോഴും ഉണ്ടായിരുന്നു, ഗവർണർക്കെതിരെയായിരുന്നു. ഗവർണർക്കെതിരെ അവര് ഇല്ലാത്ത പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം ആ വയലൻസ് തുറന്നു വിടാതെ നിങ്ങൾക്ക് രക്ഷയില്ല. അച്ചടക്കത്തോടു കൂടി ഇരുന്ന് പഠിച്ച് പാസ്സാകുക എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഗ്രൂപ്പിന് പറ്റില്ല. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണോ? എന്തായാലും അടുത്ത 5 വർഷം നമ്മുടെ നാടിനെ നല്ല ഉഷാറാക്കുവര്, അതുറപ്പാ. എന്നും അടി, കുത്ത്, വെടി, വെല്ലുവിളി, സമരം, ഹർത്താൽ, കല്ലേറ്, അങ്ങനെ 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 എന്തെല്ലാം കാണാനിരിക്കുന്നു. എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. B. ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. പോരാട്ട വീതിയിൽ SFI സഖാക്കൾ ഒറ്റയ്ക്കാണെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ പിള്ളേരെ മൂപ്പിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഞാനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നിനക്കെന്താ ചെയ്തം? തന്റെ മകനെ SFI ചേർക്കുകയോ അല്ലെങ്കിൽ സമരം ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്ത തരത്തിൽ സുരക്ഷിതനായിട്ട് പഠിപ്പിച്ചു. അതിനുശേഷം കേരളത്തിന് പുറത്ത് പഠിപ്പിച്ചു, ഉപരിപഠനം നടത്തി, നല്ല ജോലിയും വാങ്ങി, ഇപ്പോൾ വിവാഹം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുകയാണ്. ആ വ്യക്തിയാണ് ഏതോ കണ്ടവരുടെ മക്കളോട് പോയി തല്ലുകൊള്ളാൻ പറയുന്നത്. രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ പൊതുവെ ഇതിന് പോകാറില്ല. ഇല്ല, അതാണ് ഇതിലെ അത്ഭുതകരമായ ഒരു കാര്യം. അവര് വേറെ പഠിപ്പിച്ച് ഒക്കെ. അതെ, പിണറായി വിജയന്റെ മക്കളില്ല, MAVയുടെ മക്കളില്ല, വേറെ ലോകത്താണ്. തോമസ് ഐസക്കിന്റെ മക്കള് രാജ്യത്തേ ഇല്ല. ആകെ SFIന്നോ അല്ലെങ്കിൽ പോലീസിനെതിരെ കല്ലെറിയാനും തല്ലുകൊള്ളാനും ഒക്കെ പോയിട്ടുള്ളത് ഈ P. ജയരാജന്റെ മകനും അതേപോലെ തന്നെ കോടിയേരിയുടെ മകനായിട്ടുള്ള ബിനീഷ് കോടിയേരിയാണ്. ബാക്കി ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മക്കൾ ഇതേപോലെ SFIക്ക് വേണ്ടിയിട്ട് തല്ലുകൊള്ളാനോ പോലീസിന് കല്ലെറിയാനോ കേസിൽ കൊടുങ്ങാനോ ഒന്നും പോയിട്ടില്ല. പാവങ്ങളുടെ മക്കളാണ് പോയി തല്ലുകൊണ്ടും ജീവിതം കളഞ്ഞും പഠിപ്പ് കളഞ്ഞും ഒക്കെ. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരായിട്ടുള്ള SFIക്കാർ ഇവർ പറയുന്ന വാക്കും കേട്ട് പോലീസിന് നേരെ ചെന്നാൽ കോഞ്ഞാട്ടയാവുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയായിരിക്കും. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. ഇത് കണ്ടാൽ ആളുകൾക്ക് കൂടുതൽ ഈ പാർട്ടിയോട് വെറുപ്പും അകൽച്ചയും മാത്രമേ തോന്നൂ എന്ന സാമാന്യ ബോധമെങ്കിലും ഇത് നയിക്കുന്നവർക്കുണ്ടായാൽ ഭാവിയെങ്കിലും അവരുടെ പാർട്ടി ഈ കനൽ തരിയായിട്ടെങ്കിലും ഇവിടെ കിടക്കും. അല്ലെങ്കിൽ ഖതം, ഗയാ, ടാറ്റ, ബൈ ബൈ.